അംഘസാമാഴിയിൽ പെട്ടലകളോടനിശം പോരിടുന്നെൻ്റെ ദുഃഖം ശങ്കിക്കാതൊട്ടു വേഗം കനിവുടുകളയൂ ദേവി ദുർഗേ ശരണ്യേ ഭംഗം കൂടാതെ എന്നും തവ കഴലിണ ഞാനോർത്തു ചേർത്തും ഭജിപ്പൂ ഭംഗ്യാവന്നെൻ്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ സദസ്സിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 30-ാമത്തെ അധ്യായം നാം അവലോകനം ചെയ്ത് ഇന്നലെ സമർപ്പിച്ചു. അടുത്തതായിട്ടുള്ള ഏകത്രംശോധ്യായ 31-ാമത്തെ അധ്യായത്തിലേക്ക് പോകുന്നു. ഹിമവൽപുത്രി രൂപേണയുള്ള ദേവിയുടെ ജനനം, ഹിമവാന്റെ പുത്രിയായിക്കൊണ്ട് പാർവതീദേവിയായിക്കൊണ്ട് ആ സതീദേവി വീണ്ടും ജനിച്ചു എന്നുള്ളതിനെ ഈ അധ്യായത്തിൽ കാണിച്ചു തരുന്നു. ജനമേജയൻ്റെ ചോദ്യത്തിലൂടെയാണ് തുടങ്ങുന്നത്. ധരാധരാധീശമൗലവാസി മൗലിവാവി വിരാസീൽ പരമഹ യദുക്തം ഭവതാ പൂർവം വിസ്തരാൽ തദ്വദസ്വമേ. ആ മഹാശക്തി പർവ്വതരാജാവായിട്ടുള്ള ഹിമാലയത്തിൽ പുത്രിയായിട്ട് ആവിർഭവിച്ചെന്ന് അങ്ങ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് വിസ്തരിച്ച് പറയണം. ശക്തി സ്വരൂപിണിയായിട്ടുള്ള ദേവിയുടെ കഥകൾ പാനം ചെയ്യുന്ന ആർക്കാണ് ആ കഥകളെ കേട്ട് മതി വരിക? അതുകൊണ്ട് ഈ കഥാമൃതം കേൾക്കുന്നവർക്ക് മൃത്യു ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് ആ ദേവിയുടെ കഥകളെ ഹിമവാന്റെ പുത്രിയായിട്ട്, പർവ്വതരാജാവായിട്ടുള്ള ഹിമവാന്റെ പുത്രിയായിട്ട് ആ ദേവി ആവിർഭവിച്ചു എന്ന് പറഞ്ഞുവല്ലോ, ആ കഥയെ പറഞ്ഞു തരണം എന്ന് ചോദിക്കുന്ന ചോദ്യത്തോടുകൂടി അധ്യായം ആരംഭിക്കണു. ധന്യോസി കൃതകൃത്യോസി ശിക്ഷിതോസി മഹാത്മഭിഃ ഭാഗ്യവാനസി യദ്ദേവ്യാം നിർവ്യാജ ഭക്തിരസ്ഥിതേ. വ്യാസൻ പറയാൻ തുടങ്ങുകയാണ്. അങ്ങ് ധന്യനാണ്, കൃതകൃത്യനാണ്, ഭാഗ്യവാനാണ്. കാരണം ദേവിയിൽ ഇത്രയും ഭക്തി ഉണ്ടായല്ലോ. അങ്ങയ്ക്ക് ദേവീ കഥകളെ കേൾക്കണം എന്നുള്ള ജിജ്ഞാസ അങ്ങയ്ക്ക് ഉണ്ടാകുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങ് ധന്യനാണ്, ഭാഗ്യം ലഭിച്ചവനാണ് എന്ന് പറയുകയാണ്. കാരണം ഭഗവതിയുടെ കഥകളാണെങ്കിലും ശരി, ഭഗവാന്റെ കഥകളാണെങ്കിലും ശരി, ശ്രീകൃഷ്ണ കഥകളാണെങ്കിലും ശരി, ശ്രീരാമ കഥകളാണെങ്കിലും ശരി, മഹാദേവന്റെ കഥകളാണെങ്കിലും ശരി, ഗണേശന്റെ കഥകളാണെങ്കിലും ശരി, അയ്യപ്പ ചരിതമാണെങ്കിലും ശരി, എന്തായാലും ശരി, അതൊക്കെ കേൾക്കണമെന്നുള്ള ജിജ്ഞാസ ഉണ്ടാവുക, അതിനായിട്ട് പരിശ്രമം നടത്തുക എന്നുള്ളത് തന്നെ ജീവിതത്തിൽ വലിയ ഭാഗ്യമായിട്ടുള്ള കാര്യമാണ്. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ തുടക്കം തന്നെ അതാണല്ലോ പറയുന്നത്. സൂതപൗരാണികനും ജന്മാന്തര ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത് എന്ന് പറയുന്നുണ്ടല്ലോ. ആ പുണ്യം നേടണം, ഭാഗ്യം നേടിയാൽ മാത്രമേ അതിന് കഴിയുള്ളൂ. നമുക്ക് പരിശ്രമിക്കാൻ തോന്നുള്ളൂ. ഒരു സ്ഥലത്ത് സപ്താഹം നവാഹം നടക്കുന്നുണ്ട്, സത്സംഗം നടക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ അവിടെ പോകാനുള്ള ഒരു ജിജ്ഞാസയുണ്ടാവണം. നോക്കൂ, മായയുടെ പ്രബലത കാരണം പോകാതിരിക്കാൻ നമുക്ക് 100 കൂട്ടം തടസ്സങ്ങൾ, സമുദ്രത്തിലെ അലകൾ വരുന്നത് മാതിരി ഒന്നിൽ പിന്നിൽ ഒന്നായിട്ട് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇതാണ് മായയുടെ ജോലി. അതായത് സത്സംഗത്തിലേക്ക് നമ്മളെ പോകാതെ കണ്ട് തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് യഥാർത്ഥമായിട്ട് മായ ചെയ്യുന്ന കാര്യം. എങ്ങനെയെങ്കിലും തടഞ്ഞു വയ്ക്കുക. കാരണം അവിടെ പോയാൽ ജിജ്ഞാസുക്കളായിട്ട് ഇരുന്ന് ആ കഥാശ്രവണം കേട്ട് ആ ഭക്തി മനസ്സിൽ പതുക്കെ പതുക്കെ വളർന്ന് അത് ഉറച്ചാൽ പിന്നെ മുക്തി തന്ന് ദേവിക്കായാലും ഭഗവാനായാലും അനുഗ്രഹിക്കേണ്ടി വരും.
അപ്പോൾ ആ മായ നമ്മളെ ബാധിക്കും. അതിനുള്ള അവസരം തരാതെ കണ്ടിരിക്കുക, പോകാൻ അനുവദിക്കാതെ കണ്ടിരിക്കുക, കഥ കേൾക്കാൻ അനുവദിക്കാതെ കണ്ടിരിക്കുക. ഇതാണ് മായ നമുക്ക് നിരോധം ചെയ്യുന്നത്, തടസ്സം ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി നമുക്ക് പോകാനായിട്ട്. വലിയ ശ്രമമാണ്, വലിയ കാര്യമാണ്. പക്ഷെ പോകാതിരിക്കാനൊരു ചെറിയ കാര്യം മതി, പോവില്ല, വേണ്ടാന്ന് മാറ്റിവെക്കും. സത്സംഗങ്ങളിലേക്ക് വരുമ്പോഴേ അതുള്ളൂ കേട്ടോ. അപ്പം നമ്മളെന്തെങ്കിലും എവിടെയെങ്കിലും കറങ്ങാൻ പോകണം, ചുറ്റാൻ പോകണം, അതേമാതിരി വേറെ വല്ല പരിപാടികൾക്കും ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ അവിടെയൊന്നും ഈ മായ ബാധകമാവില്ല. എന്ത് തടസ്സം വന്നാലും നമ്മൾ പോകും, എങ്ങനെയായാലും നമ്മൾ പോകും. നമ്മുടെ കാറ് കേടുവന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓളയോ റിക്ഷയോ പിടിച്ച് നമ്മൾ പോകും. വെയിലാണെങ്കിലും ശരി, മഴയാണെങ്കിലും ശരി, അതൊന്നും നമ്മൾ കണക്കാക്കില്ല. എന്തൊക്കെയാണെങ്കിലും ശരി, ആരെങ്കിലും വീട്ടിലേക്ക് വരണോ എന്ന് പറഞ്ഞാൽ അവരോട് പറയും, അയ്യോ ഇപ്പോഴിതാ ഒരു മാരേജ് പാർട്ടി ഉണ്ട് ഇന്ന് വൈകിട്ട്, അല്ലെങ്കിൽ ആരുടെയോ ബർത്ത്ഡേയുടെ ഒരു പാർട്ടി ഉണ്ട്, അവിടേക്ക് പോകാൻ തയ്യാറായിട്ട് ഞങ്ങൾ എല്ലാവരും നിൽക്കുക, ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ പറ്റില്ല, ഒരു കാര്യം ചെയ്യും, ഒന്നുകിൽ നാളെ വരും, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നോളാം, കണ്ടോളാം എന്ന് പറയും. എന്നിട്ട് ഇതാ നമ്മൾ ആ പാർട്ടിക്ക് പോകും. ഇതാണ് ഇമാതിരിയുള്ള ലൗകിക ഭൗതിക കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യുക. അതേ സമയത്ത് ഇതേ ഒരു ഫോൺ കോൾ നമ്മൾ കാലത്തെ ഒരു ഭാഗവതം നടക്കുന്നുണ്ട്, ഒരു സത്സംഗം നടക്കുന്നുണ്ട്, അതിന് പോവാനായിട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്താണ് വന്നതെന്ന് പറഞ്ഞാലോ, ശരി ഇപ്പം എന്താ ചെയ്യുക, വരൂ കഴിഞ്ഞു. ഭാഗവത ബുക്കൊക്കെ അവിടെ എടുത്തു വയ്ക്കും, അവർ വരും. പിന്നെ അവരായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളും അവരെ സ്വീകരിക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ അങ്ങനെ കൂടും. അപ്പോൾ അവിടെ മായ നമ്മളെ ബാധിക്കും. സത്സംഗത്തിൽ പോകാൻ അയക്കില്ല. അവിടെ പറയാനായിട്ട് നമ്മളുടെ നാവുകളെ പരിശീലിപ്പിച്ചെടുക്കണം എന്ന് പറയാം. അത് പറയാൻ നമുക്ക് കഴിയില്ല. അവരോട് നമ്മൾ പറയില്ല, അയ്യോ ഇപ്പോൾ വരണ്ടാട്ടോ, ഞാനിതാ ഭാഗവതവും എടുത്ത് പുറത്തേക്ക് വാതിലും അടച്ച് ഇറങ്ങുകയാണ്, അപ്പോൾ അറിഞ്ഞില്ലേ ഈ അമ്പലത്തിൽ ഇപ്പോൾ ഇതാ ഒരു സത്സംഗം നടക്കുന്നുണ്ട്, ഭാഗവതം നടക്കുന്നുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോവാനായിട്ട് ഇറങ്ങിയതാണ്. ഒന്നുകിൽ ഒരു കാര്യം ചെയ്യൂ, അവിടെ വരൂ, സമയമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കാണും ചെയ്യാൻ നമുക്ക് നല്ലതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 3-4 ദിവസം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വരാം, അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആവും, പിന്നീട് വരാം കേട്ടോ എന്ന് നമുക്ക് പറയാൻ തോന്നുമെന്ന് ചോദിച്ചാൽ, അയ്യോ അതെങ്ങനെയാണ് നമ്മൾ പറയുക അല്ലേ? അത് പറയാൻ പറ്റില്ലല്ലോ. വരാമെന്ന് പറഞ്ഞ് അവളോട് ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവൾക്ക് ദേഷ്യം വരില്ലേ എന്ന് നമ്മൾ തിരിച്ച് ചിന്തിക്കും. അതേസമയത്ത് പാർട്ടിക്ക് പോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞാൽ അവൾക്ക് ദേഷ്യം വരില്ലേ എന്നൊന്നും നമ്മൾ ചിന്തിക്കില്ല. അപ്പോൾ സത്സംഗത്തിലേക്ക് പോകണമെന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഉപാധികൾ താനേ വരും. അതിനെ നമ്മൾ വലിയ കാര്യമായിട്ടെടുക്കും. അത് നമ്മളെ പോകാൻ നിരോധിക്കും. അത് സത്സംഗം കിട്ടാതെ കണ്ടാവും. ഇത് മായയുടെ പ്രഭാവമാണ്, ഇതാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ അതിനെ വ്യാസൻ കീർത്തിക്കുകയാണ്. ജനമേജയന് അങ്ങക്കിതാ ദേവിയുടെ കഥകളെ കേൾക്കണം എന്നുള്ള ആ ജിജ്ഞാസ ഉണ്ടായത് തന്നെ ഭാഗ്യമാണ് എന്ന് പറയുകയാണ്.